നമസ്കാരം. ഞാൻ പറയായിരുന്നു സംസാരിക്കാൻ മാത്രം വിളിക്കരുതെന്ന്. ചേട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം പ്രാസംഗികനാണ്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ സാറ് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ ഫീൽഡിൽ ഇപ്പോൾ ഈ 5 പേരെ അഡ്വൈസ് കമ്മിറ്റിയിൽ എടുത്തത് തന്നെ അവർ 5 പേര് 6 പേര് അത് ആ ഫീൽഡിലെല്ലാം ലെജൻസാണ് സാറ് സെലക്ട് ചെയ്തത്. നമ്മൾ കുറേ സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ട് സാർ, കുറേ സ്കൂളിൽ പോയിട്ടുണ്ട്, കുറേ ഇനോഗ്രേഷൻ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കമ്മിറ്റി ഞാൻ കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല. അതിനു വേണ്ടി സാറിനോട് ബിഗ് സല്യൂട്ട്. ഇതിൽ സെലക്ട് ചെയ്തത്. പിന്നെ ഞാനൊരു പോലീസുകാരനാണ്. ഞാനൊരു 2 വാക്ക് സംസാരിക്കാം. ഒരു സ്പോർട്സിൻ്റെ വാതിൽ തുറന്നാൽ ഒരു ജയിലിൻ്റെ വാലടയെന്ന് പറഞ്ഞത് കറക്റ്റാണ്. കാരണം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം കുറച്ച് പിള്ളേർ നന്നായിട്ട് വോളിബോൾ കളിക്കാറുണ്ട്. തിരുവനന്തപുരത്തൊരു കടപ്പുറം പ്രദേശത്ത്. അപ്പോൾ അവരോട് വോളിബോൾ കളിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ പറഞ്ഞു പറ്റില്ല, കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പള്ളിയിലെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വോളിബോൾ നെറ്റ് കെട്ടി കൊടുത്തു, ലൈറ്റ് വെച്ച് കൊടുത്തു. അപ്പോൾ ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ ഏതെങ്കിലും ഒരു ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ലേ. ഇപ്പോൾ ഫാദറിനോട് പറ്റി പറഞ്ഞു, ഫാദർ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ പിള്ളേരോട് കളിക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ അവർ രാത്രി പോലും ചെന്ന് കടപ്പുറത്തിരുന്ന് ബീറടിയും വെള്ളടിയൊക്കെ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. വെറുതെ കുപ്പിയെടുത്ത തലയിലടിച്ച് അവൻ ജയിലിൽ പോയി. അതാണ് അതിന് ഉദാഹരണം പറഞ്ഞത്. ഒരു സ്പോർട്സിൻ്റെ വാതിൽ തുറന്നാൽ ഒരു ജയിലിൻ്റെ വാലടയുന്നത്. കാരണം അന്ന് അവർക്ക് കളിക്കാൻ അവസരം കൊടുത്തെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇങ്ങനെയൊന്നും ഉണ്ടാവുന്നുണ്ടാവില്ല. പിള്ളേരാണ് അവർ. അതേപോലെ ഞങ്ങളുടെ പോലീസ് ക്യാമ്പ് ചേട്ടനൊക്കെ അറിയാം. ഞങ്ങളുടെ എയർ ക്യാമ്പിൽ ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഇവിടെ നിൽക്കുമായിരുന്നു, മറ്റേ ലുല്ലിൽ. അപ്പോൾ എന്നെ സന്ധ്യ മാഡം വിജയൻ സാറ് കണ്ടു. നീ എന്താ ഇവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ഇലക്ഷൻ ഡ്യൂട്ടി അല്ല, ഒരു VIP ഇവിടുന്ന് കുറേ IPS ഓഫീസ് ബംഗാളും അല്ല ഇന്ത്യയിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എന്താ ഇവിടെ ഡ്യൂട്ടിക്ക് എന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇവിടെ ഡ്യൂട്ടിക്ക് വന്നതാണ്. എവിടെയാണ് എഴുതാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഫസ്റ്റിലാണ് സാർ എന്ന് പറഞ്ഞു. ഓക്കെ, എന്നെ ഒരു കാര്യം ചെയ്യും. സന്ധ്യ മാഡം വിജയൻ സാർ കുറേ കൊല്ലമായിട്ടത് നമ്മുടെ എയർ ക്യാമ്പിൻ്റെ അവിടെ കുറേ പിള്ളേരുണ്ട്. അവർക്ക് ഒരു ക്യാമ്പ് തുടങ്ങുമെന്ന് പറഞ്ഞു. പക്ഷെ നല്ല വിപുലമായിട്ട് ഞങ്ങളൊരു നല്ല രീതിയിൽ തന്നെ അത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വിനയനുണ്ട്. അപ്പോൾ അവിടുത്തെ ചീഫ് കോച്ചാണ്. ഞങ്ങൾ ക്യാമ്പ് തുടങ്ങി, നല്ല രീതിയിൽ തന്നെ തുടങ്ങി. അപ്പം എന്നെ ട്രാൻസ്ഫർ ചെയ്തു. സാറ് അക്കാഡമിയിലെ ചീഫ് കോച്ചായിട്ട് വെച്ചു. അപ്പോൾ പിള്ളേർക്ക് എന്നും അതിൽ വയസ്സൊന്നും നോക്കിയില്ല. നമ്മൾ ചെറിയ കുട്ടികളുടെ അടുത്ത് ക്യാമ്പ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പോലീസുകാരാണ്. ഞങ്ങൾക്കൊന്നും സ്പോൺസർ ഒന്നും ആരോടും മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ പോലീസുകാരന് പന്ത് കളിക്കുന്ന പിള്ളേരുണ്ട്. അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് കോച്ചിങ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അവരിൽ നിന്ന് സാലറി കിട്ടുമ്പോൾ കുറച്ച് പൈസ എടുത്തിട്ട് പിള്ളേർക്ക് ബൂട്ടും അതുപോലെ പാലും പഴമൊക്കെ കൊടുക്കണം. ഇപ്പോൾ കുറേ കൊല്ലമായിട്ടാണ് നടക്കുന്നത്, കണ്ടിന്യൂസ് ഇങ്ങനെ നടക്കുക. അപ്പോൾ അവരുടെ പേരൻസ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ മാസത്തിലൊരു പേരൻസ് മീറ്റ് വെക്കണമെന്ന് വിജയൻ സാറിന് ഭയങ്കര നിർബന്ധമായിരുന്നു. വയ്ക്കുമ്പോൾ അവർ പറഞ്ഞാണ് സാർ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ. കാരണം ആകെ 3 കിലോമീറ്റർ ഉള്ളിലാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അവർ 4 മണിക്ക് വരുന്നു, 6 മണിയാകുമ്പോൾ വീട്ടിൽ പോകുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് എന്താ വലിയ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് 6 മണിക്ക് വന്നു, ഉളി കഴിഞ്ഞു, കുറച്ച് നേരം പഠിച്ചു, അവിടെ കിടന്നു. ആദ്യം അങ്ങനെ അല്ലായിരുന്നു. അവർ മയക്കം വരുന്നു, അതിൻ്റെയൊക്കെ ചുറ്റുവട്ടെടുത്ത് കിടന്ന് കറങ്ങായിരുന്നു. അതിൽ വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിലൊരു കുട്ടിയാണ് വിപിൻ എന്ന് പറഞ്ഞത്, ഞങ്ങളുടെ ക്യാമ്പിലുള്ളത് ബ്ലാസ്റ്റേഴ്സിന് കളിക്കുന്നത്. അത് ഞങ്ങളുടെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം ഞങ്ങളുടെ പോലീസുകാർ ഉണ്ടാക്കിയ ഒരു ക്യാമ്പാണ്. അതിന് ആ വിപിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്യാമ്പിലുണ്ടായിരുന്നു. അവനാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്നത്. എന്നെ കൊണ്ട് ഈ സ്കൂളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഫുട്ബോളിൽ തീർച്ചയായിട്ടും സാറേ ഞാൻ ചെയ്യും. ഒപ്പുണ്ടാവും, കട്ടയ്ക്കുണ്ടാവും. താങ്ക് യു വെരി മച്ച്.